പ്രാതസ്മരാമി ഭവഭീതിഹരം സുരേശം ഗംഗാധരം വൃഷഭവാഹനമംബിരേശം ഖഡ്വാംഗശൂരവരദാഭയ ഹസ്തമീശം സംസാരരോഗഹരം ഔഷധം അദ്വിതീയം. നമസ്കാരം. ഞാനിപ്പോൾ പ്രസിദ്ധമായ മലപ്പേരൂർ ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. അവിടുത്തെ ഉത്സവം തുടങ്ങി. ഇന്ന് 1-ാം ദിവസമാണ്. ഇന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനമുണ്ട്. ഇവിടെ മഹതിയുടെ ഈ ചാനലിലൂടെ 30 വർഷം മുൻപ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം നാവായിക്കുളം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമിൻ്റെ ഓഡിയോ ഇതോടൊപ്പം കൊടുക്കുകയാണ്. അന്ന് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറഞ്ഞതനുസരിച്ച് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ആ ഐതിഹ്യം പാട്ടുകളായിട്ട് എഴുതി അതിന് സംഗീതം കൊടുത്ത് ഞാൻ തന്നെ അവതരിപ്പിച്ച പ്രോഗ്രാമാണ്. അന്ന് എന്നോടൊപ്പം ശ്രീ തിരക്കര ഗോപൻ വയലിനും പരവൂർ മുരളി തബലയും അവർ പങ്കെടുത്തു. ആ പ്രോഗ്രാം ഈ ആയിരവല്ലി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഓഡിയോയും ചേർത്ത് കൊടുക്കുകയാണ്. നന്ദി, നമസ്കാരം. രോഗം ബാധിച്ചുവെന്നും അങ്ങനെ തിരുനെൽവേലിയിലുള്ള ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ രോഗം ഭേദമാക്കുകയും ഭഗവാനും ദേവിയും വിനായകനും ദർശനാവട്ടത്ത് വരുന്നതുമായ ഒരു ഐതിഹ്യത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു കവിതയാണ്. Bye.